വചനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ശ്രോതാക്കളെയും ഒത്തിരി സ്നേഹത്തോടെ പുതിയൊരു ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത്യപൂർവമായ അചഞ്ചലമായ വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു വയ്ക്കുക. അത്ഭുത പ്രവർത്തനത്തിന് ഒട്ടും സാഹചര്യമില്ലാതിരുന്നിട്ടും ഇന്ന് എൻ്റെ ദിവസമല്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരിശ്രമിച്ച് നോക്കാം എന്നൊക്കെയും ചിന്തിക്കാൻ ഒത്തിരിയധികം അവസരമുണ്ടാതിരുന്നിട്ടും ജനക്കൂട്ടത്തെ വിസ്മയിപ്പിച്ച 4 മഹാമനുഷ്യന്മാരുടെ വിശ്വാസത്തിൻ്റെ കഥയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രമേയം. 2000 കൊല്ലം മുൻപുള്ള ഗലീലി കടൽ തീരത്തെ തീരദേശ ഗ്രാമമായ കഫർനാം യേശു തൻ്റെ മിനിസ്റ്റർ ചെയ്യുവാനായിട്ട് ഏറ്റവും പ്രത്യേകമാംവിധം തിരഞ്ഞെടുത്ത വിശുദ്ധ സ്ഥലം. തൻ്റെ യാത്രകൾക്കൊടുവിൽ താൻ ഒത്തിരിയധികം മിനിസ്റ്റർ ചെയ്ത കഫർനാമിലേക്ക് യേശു തിരിച്ചെത്തിയ വിവരം എല്ലാവരും അറിയുന്നുണ്ട്. യേശുവിനെ വലിയൊരു അത്ഭുത പ്രവർത്തകനായി, വലിയൊരു പ്രബോധകനായി കണ്ടിരുന്ന ജനക്കൂട്ടം യേശുവിൻ്റെ അടുത്ത് വരുവാനായിട്ട് തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. സുവിശേഷം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്: യേശുവായിരുന്ന വീട് മുഴുവൻ ജനങ്ങളാൽ നിറയുന്നുണ്ട്. അവിടെയാണ് തങ്ങളുടെ സുഹൃത്താകാൻ സാധ്യതയുള്ള തളർവാദം പിടിപെട്ട ഒരു മനുഷ്യനെയും കൊണ്ട് 4 പേർ യേശുവിനെ കാണുവാനായിട്ട് വരിക. ഈ മനോഹരമായ ചിത്രം നാം ഒന്ന് നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചാൽ ഇപ്രകാരം നമുക്ക് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. യേശുവായിരുന്ന വീട് മുഴുവൻ ജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. യാതൊരു കാരണവശാലും വീട്ടിലേക്ക് പ്രവേശിക്കുക അസാധ്യമായിരുന്നൊരു നിമിഷം. ആ 4 പേർക്കും ചിന്തിക്കാമായിരുന്നു, ഇന്ന് ഞങ്ങളുടെ ദിവസമല്ല, ഇന്ന് പോയിട്ട് പിന്നീട് വരാം, അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ യേശുവിനെ കണ്ടുമുട്ടാം, യേശുവിനോട് കാര്യം അവതരിപ്പിക്കാം, അല്ലെങ്കിൽ അടുത്തൊരവസരത്തിനായിട്ട് കാത്തിരിക്കാം. ഇങ്ങനെയൊക്കെയും ഈ 4 സംഘത്തിന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ അവിടെയാണ് അപ്രതീക്ഷിതമായ മറ്റൊരു കാര്യം സംഭവിക്കുക. കിടക്കയോടുകൂടി രോഗിയായ തങ്ങളുടെ ഈ സുഹൃത്തിനെയും പിടിച്ചു വാരി മുറുക്കി മുകളിലേക്ക് വരിഞ്ഞു കയറുന്ന 4 സംഘം. രോഗം ബാധിക്കുന്നത് ദൈവത്തിൻ്റെ ശാപമെന്ന് കണ്ടിരുന്ന, സാമൂഹികമായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഈ മനുഷ്യനെ മറ്റൊരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ഇവർ താഴെ ഇറക്കുന്നുണ്ട്. യേശു അവരുടെ വിശ്വാസം കണ്ട് അത്ഭുതപ്പെടുന്നു. സുവിശേഷം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്: ഈ 4 പേരുടെയും വിശ്വാസത്തെ പ്രതി യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, തളർവാദ രോഗിയെ നോക്കി യേശു ഇപ്രകാരം പറയുന്നുണ്ട്: മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ശ്രവിച്ച നിയമജ്ഞരിൽ പലരും സ്വയം ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാറി മാറി ചർച്ച ചെയ്യുന്നുണ്ട് യേശു ദൈവദൂഷണം പറയുന്നതായിട്ട്. അവർ അപ്രകാരം ചിന്തിച്ചതിൽ തെറ്റൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യഹൂദർക്കറിയാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിയമജ്ഞർക്കറിയാം, പാപം ക്ഷമിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഇവിടെ യേശു ഇപ്രകാരം പറയുന്നത് വഴി താൻ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ദൈവമാണെന്ന് സമർത്ഥിക്കുവാനായിട്ട് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, നാം എപ്പോഴും മനസ്സിലാക്കണം, യേശു എന്നെയും നിങ്ങളെയും സൗഖ്യമാക്കുക ബാഹ്യമായ രോഗാവസ്ഥയിൽ നിന്ന് മാത്രമല്ല, മറിച്ച് നമ്മുടെ ആന്തരികമായ അവസ്ഥയെപ്പോലും വിശദീകരിക്കുവാൻ കെൽപ്പുള്ളവനാണ് യേശു എന്ന മഹത് സത്യമാണ് ഈ ഒരു അത്ഭുതം നമ്മെ പഠിപ്പിക്കുക. യേശു ആ മനുഷ്യൻ്റെ തളർവാദം മാത്രമല്ല മാറ്റുക, മറിച്ച് ആ മനുഷ്യനിലുള്ള അഹന്തയെ, അവനിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളെ, ഒരുപക്ഷെ തൻ്റെ പലവിധ കുറവുകൾ കാരണം അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, അങ്ങനെയുള്ള അവൻ്റെ അവസ്ഥയെ മുഴുവനുമായും സൗഖ്യപ്പെടുത്തി അവന് പാപമോചനം നൽകി അവന് വിശുദ്ധീകരിച്ച് തളർവാദം സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്ത് മനോഹരമായ കഫർനാമിലെ ഭവനത്തിലെ ദൃശ്യം. പ്രിയ ശ്രോതാക്കളെ, യേശുവിൻ്റെ ഈ അത്ഭുതം പ്രധാനമായി നമുക്ക് നൽകുക 3 വലിയ സന്ദേശങ്ങളാണ്. ഒന്നാമതായി, 4 സംഘത്തിലെ ഒരാൾ നിങ്ങളായി മാറുക.
പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും മറ്റുള്ളവരെ ദൈവീക അത്ഭുതങ്ങൾക്ക് വിധേയമാക്കുക, സഹായിക്കുക. രണ്ടാമതായി, നിങ്ങളുടെ വിശ്വാസത്തെ പ്രതി മേൽക്കൂരകൾ തകർത്തെറിയുക. നിങ്ങൾക്കുണ്ടാകുന്ന പഴക്കദോഷങ്ങളാകാം, ഭയമാകാം, നിങ്ങളുടെ കംഫർട്ട് സോണൊക്കെയാണ് പാപകാരണമെങ്കിൽ, അല്ലെങ്കിൽ അത്ഭുതം നടക്കുവാനായിട്ട് എതിര് നിൽക്കുന്നതെങ്കിൽ അവയൊക്കെയും തകർത്തെറിയുക. മൂന്നാമതായി, നമ്മെ സൗഖ്യമാക്കുവാൻ, എന്നിലെ പാപാവസ്ഥയെ ഇല്ലാണ്ടാക്കുവാൻ യേശുവിന് സ്വയം സമർപ്പിക്കുക, കുമ്പസാരത്തിലൂടെയും മാപ്പപേക്ഷയിലൂടെയും. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു 3 ചിന്തയെക്കുറിച്ച് കൂടുതൽ ധ്യാനിച്ചുകൊണ്ട് അതിവിശുദ്ധമായൊരു ദിവസം ആരംഭിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.